Watch India's largest kids library only on Jio Hotstar. Download the app now. വരൂ വരൂ സാറേ, ഇന്ന് എന്റെ കയ്യിൽ ഒരു നല്ല സാധനമുണ്ട്. അത് വേറെ ഒരു കടയിൽ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. സാറേ, ഈ മാല മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിറങ്ങിയതാ. ഈ മാല കുട്ടിയുടെ കഴുത്തിലിട്ടാലേ കുട്ടി എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ഈ മോണിറ്ററിലൂടെ അത് കാണാൻ പറ്റും. വേണമെങ്കിൽ നോക്കിയോ നോക്കിയോ. ഇത് നല്ല അടിപൊളി സാധനമാണല്ലോ. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. മോനെ ചിണ്ടുകുട്ട, ഇതൊന്ന് നോക്കിയേ. മോനെ ആ ഭാഗത്തേക്ക് നോക്ക്. ഇത് കൊള്ളാലോ. ലൈവ് റെക്കോർഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ചിന്തു മോനെ, ആ ഭാഗത്തേക്ക് തന്നെ നോക്ക്. ആ കള്ളന്മാരെ റെക്കോർഡിംഗ് ചെയ്തിട്ട് പോലീസുമാരോട് ഏൽപ്പിക്കണം. എന്റെ അമ്മോ, ആ ഗുണ്ടകളെ റെക്കോർഡ് ചെയ്യല്ലേ. ആരാണ് റെക്കോർഡിംഗ് ചെയ്തത്? ഞാനല്ല അങ്ങനെയൊന്നും ചെയ്തത്. ഒരു കൊച്ചിനെയും കൊണ്ട് ഓടുന്നില്ലേ, അവനാ അങ്ങനെ ചെയ്തത്. അവന്റെ കുട്ടിയുടെ കഴുത്തിൽ ക്യാമറയുള്ള ഒരു മാലയുണ്ട്. അവനാണ് അതിന് പൈസയും തന്നിട്ടില്ല. പോലീസ്, ഒന്ന് വേഗം വേദ സിറ്റി ബാങ്കിലേക്ക് വരൂ. ഇവിടെ മോഷണം നടന്നിരിക്കുകയാണ്. ആ ഗുണ്ടകൾ എന്റെ പുറകെ വരിക. പ്ലീസ്, എന്റെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൂ. ഗുണ്ടകൾ എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് സർ. അയാളുടെ കയ്യിലുള്ള കുട്ടിയെ കണ്ടില്ലേ? ആ കുട്ടീന്റെ കഴുത്തിലാണ് ലോക്കറ്റ് ഉള്ളത്. നമുക്ക് ആ കുട്ടിയെ പിടിക്കണം. രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരെങ്കിലും ഈ കുട്ടിയെ രക്ഷിക്കണേ. അങ്കിൾ, മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല. ഈ ബണ്ടി ഓരോരുത്തന്റെ എല്ലൂരിയവനാണ്. നീ ഒരു പൊടിത്താച്ചി കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഓടിക്കോ ഓടിക്കോ. ലഡ്ഡു സിംഗ് വന്നു. ആരെന്നെ ഫോണിൽ വിളിച്ചത്? പറഞ്ഞോ, എന്താ ഇവിടെ സംഭവിച്ചത്? ആരെങ്കിലും മോഷണം നടത്തിയോ, അതോ ഈ മാർക്കറ്റിൽ ആരെങ്കിലും തല്ലുണ്ടാക്കിയോ? ലഡ്ഡു സിംഗ് സർ, കുറച്ച് ഗുണ്ടകൾ വന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കി. സാറേ, ഒരാള് ഓടിക്കതിച്ചു വന്നു. എന്നിട്ട് ഈ കുട്ടിയെ എന്റെ കയ്യിൽ തന്ന അയാൾ ഓടിപ്പോയി സാറേ. എന്നിട്ട് അയാളെ ഗുണ്ടകൾ പിടിച്ച് വണ്ടിയിലിട്ട് പോയി സാറേ. എന്നിട്ട് ആ ഗുണ്ടകൾ തിരിച്ചു വന്ന് കുട്ടീനെ പിടിക്കാൻ നോക്കി സാറേ. ഈ ശിവയാണ് രക്ഷിച്ചത്. താങ്ക് യു ശിവ. ഞാൻ ചെയ്യേണ്ടതാണ് ഇപ്പൊ നീ ചെയ്തത്. ലഡ്ഡു സിംഗിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ഇനി ലോകം കാണും. ഞാൻ ഈ കൊച്ചിന്റെ അച്ഛനെ അന്വേഷിച്ച് ഇവനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ സ്വസ്ഥമായിട്ട് ഞാൻ എവിടെ ഇരിക്കില്ല. ഒരു തരി ആഹാരം കഴിക്കില്ല, പച്ച വെള്ളം പോലും കുടിക്കില്ല. സാറേ, ഇതല്പം കൂടിപ്പോയോന്ന് എനിക്കൊരു സംശയം. ഈ നിമിഷം തൊട്ട് ഈ കൊച്ച് എന്റെ കൺട്രോളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇവന്റെ അച്ഛനെ എന്റെ കൺമുമ്പിൽ കാണുന്നത് വരെ. ഓക്കെ ലഡ്ഡു സിംഗ് സർ, എന്നാ ഞങ്ങൾ പോവാണ്. എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം വന്നാൽ ഉടനെ എന്നെ വിളിച്ചേക്കണം.
ക്യാമറ കൊള്ളാല്, ലൈവ് ടെലികാസ്റ്റ് ആണല്ലേ, വെരി ഗുഡ്. എന്നെ വിട്ടേക്ക്. ലഡ്ഡു സിംഗ് വന്നു കഴിഞ്ഞാ പിന്നെ നിങ്ങൾ എല്ലാരും ആപ്പിലാകും. നോക്കിക്കോ. ഒരു കുഞ്ഞു കുട്ടി ക്യാമറയെ കുറിച്ച് ലഡ്ഡു സിംഗിന്റെ അടുത്തൊന്നും പറയില്ലല്ലേ. ലഡ്ഡു സിംഗിനും ക്യാമറയെ കുറിച്ചൊന്നും അറിയില്ല. അതുവരെ നമുക്കും കുഴപ്പമില്ലല്ലോ. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ആ മാലയിലുള്ള ക്യാമറ എങ്ങനെ എടുക്കാമെന്നാണ്. ആ കൊച്ചുകുട്ടിയെ ആരാണ് ലഡ്ഡു സിംഗിന്റെ അടുത്ത് കൊണ്ടുപോയി എത്തിച്ചത്? എന്റെ ബോസേ, അവിടെ വേറൊരു കുട്ടി വന്നു കേട്ടാ. ഒരു 9 വയസ്സ് കാണും അവന്. അവന്റെ ഇടി കൊണ്ട് വയറൊക്കെ കലങ്ങി ഇടിച്ചിടിച്ച് പണ്ടാരം അടക്കിയവൻ. കാല് പൊക്കിയല്ലേ അവന്റെ ഓരോ ഐഡിയും. അതൊക്കെ മേടിച്ചോണ്ടാ ഞങ്ങൾ ഇവിടെ വന്ന് നിക്കുന്നത് ബോസേ. എന്ത് കുട്ടിയുടെ തല്ലും മേടിച്ച് വന്നേക്കുന്നു? കണ്ടെയ്നർ ബായുടെ പേര് നാണം കെടുത്തി. എന്തായാലും നമുക്ക് ദേഷ്യം വരൂല. അഥവാ വന്നാലേ അത് പെട്ടെന്ന് പോവൂലട്ടാ. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു കൊണ്ടുവരാൻ നോക്കിനടാ, വേഗം. പൊന്നു മോനെ, നീ ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് TV കാണ്. ഞാൻ അപ്പളിക്കൊന്ന് കുളിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നിനക്ക് ഞാൻ സ്വാദുള്ള ആഹാരം ഉണ്ടാക്കി തരാം. ഏയ് ഇൻസ്പെക്ടർ, ചുവന്ന ടവലും കെട്ടി നിക്കുവാണല്ലേ? വേറെ ഒരു കളറും തനിക്ക് കിട്ടിയില്ലേടോ? നിങ്ങൾ ആരാണ് ചേട്ടാ? എവിടെ ഉള്ളത്? എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടോ, തന്റെ അടുത്ത് തന്നെ. നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് കാണാം. തനിക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ആ മലയടിവാരത്ത് കൊച്ചിനെയും കൊണ്ട് വരാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ ഇടിച്ച ആ ചുവന്ന ടവലി പൊതിയും കേട്ടാ. ചേട്ടായി, നിങ്ങൾ ആരാ? ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അവൻ ആരാണെങ്കിലും ശരി, അവൻ എങ്ങനെ മനസ്സിലായത് ഞാൻ ചുവന്ന ടവല കെട്ടിയിരിക്കുന്ന? ഒന്നു മോനെ, നിനക്ക് ഞാൻ ഇപ്പൊ നല്ലൊരു കഥ പറഞ്ഞ് കേൾപ്പിക്കാം. എന്നിട്ട് നല്ല കുട്ടിയായി കിടന്ന് ഉറങ്ങിക്കോളണം. ശരി 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 നിനക്ക് ഞാൻ നല്ലൊരു പോയം കേൾപ്പിച്ചു തരാം. ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ. പിന്നെന്താണ്? ഓർമ്മ വരുന്നില്ല എന്താണെന്നേ? അതിനുശേഷം ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശിവ, ശിവ, ഏതൊരു കള്ളൻ എന്റെ വീട്ടകത്ത് കേറിയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവൻ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോ വല്ല ഭൂതമായിരിക്കോ? ശിവ, നീ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വന്നേ. അല്ലെങ്കിൽ വേണ്ട 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 വേണ്ട, നീ വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശിവ, 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 നീ അല്പനേരം ഈ കൊച്ചിനെ നിന്റെ അടുത്ത് വെക്ക്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവൻ പെട്ടെന്ന് കണ്ടുപിടിക്കണ്ടേ. എനിക്ക് തോന്നുന്നു അതൊരു ഭൂതമാണെന്ന്. എന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. ഞാൻ ഈ കൊച്ചിനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന്. അല്ലെങ്കിൽ അവൻ എന്നെ ഇടിച്ച് എന്റെ മോന്തറ ഷേപ്പ് മാറ്റുമെന്ന്. ഓക്കെ ശിവ, ടേക്ക് കെയർ. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ. ബൈ. അല്ലേ ലഡ്ഡു സിംഗ് സാർ എന്ന് എത്രക്ക് പേടിക്കുന്നത്? പുള്ളിക്ക് അറിയാലോ ഭൂതങ്ങളൊന്നും ഇല്ലാന്ന്. എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ഏലിയൻസ് ഉണ്ടാകുമല്ലോ. ചെലപ്പോ ഈ കുട്ടി ഏലിയൻ വല്ലതാണെങ്കിലോ? ഇത് ഏലിയനും അല്ല ഭൂതവും അല്ല. ആ ദുഷ്ടന്മാർക്ക് ഈ കുട്ടിനെയാണ് ആവശ്യം. എന്താ കാരണം നമ്മൾ അന്വേഷിക്കണം. അവർക്ക് എല്ലാ കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ കുട്ടി എവിടെയാണെന്നുള്ള കാര്യം പോലും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. റെവ, നീ ഈ കുട്ടീനെ കൊണ്ട് പാർക്കിലേക്ക് പോ. ഞാൻ ദൂരെ നിന്ന് എല്ലാം ശ്രദ്ധിച്ചോളാം. ആരെങ്കിലും ചിലപ്പോ ഇവനെ കൊണ്ടുപോകാൻ വന്നാലോ? ഓക്കെ ശിവ. വേഗത്തിൽ ഓടിക്ക്, അല്ലെങ്കിൽ തള്ളി കിട്ടും. വേഗത്തിൽ ഓടിക്കുന്ന പറഞ്ഞ്. ഇവൻ
ഇവൻ ചെറുക്കനാണോ അല്ല സൂപ്പർ ഹീറോ ആണോ? ഇവൻ സൈക്കിളും കൂടി പറപ്പിക്കുന്നു. ഈ വണ്ടി ഓരോരുത്തരുടെ എല്ലാം ഊരിവനാ കേട്ടോ. പക്ഷെ ഈ കുട്ടിയാണെങ്കിൽ എന്റെ എല്ലാം ഊരി കഴിയുന്ന തോന്നുന്നത്. എന്റെ പൊന്നു മോനെ, ഈ ലോക്കറ്റ് പിടിച്ചോ, എന്നെ വിട്ടേക്കടാ. അതെ, എന്നെ ഒന്നും ചെയ്തേക്കല്ലേ. ഞാൻ വീണ ജീപ്പ് ഓടിക്കാൻ പിന്നെ ആരാ ഉള്ളത്? ശരി അങ്കിൾ, ഞാൻ നിങ്ങളെ വിട്ടേക്കാം. പക്ഷെ ആദ്യം ഈ ജീപ്പ് നിർത്തും. ലഡു സിംഗ് സാർ, എന്റെ കയ്യിൽ ഒരു മാല കിട്ടിയിട്ടുണ്ട്. ഞാൻ അതും എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരാം. ലഡു സിംഗ് സാർ, ആ കുട്ടിയുടെ കഴുത്തിൽ ഈ മാലയായിരുന്നു ഉണ്ടായിരുന്നത്. വില കൂടിയ ആ ഡയമണ്ടിലായിരുന്നു അവരുടെ നോട്ടം മുഴുവനും, അറിയോ? അതുകൊണ്ടാണ് ആ ജ്വല്ലറി അങ്കിളോട് വരാൻ പറഞ്ഞത്. അങ്കിൾ, ഒന്നത് ചെക്ക് ചെയ്ത് പറയോ ഈ ഡയമണ്ടിന്റെ വില എത്രയാണെന്ന്? എന്റെ സാറേ, ഇത് വളരെ നോർമൽ ആയിട്ടുള്ള അമേരിക്കൻ ഡയമണ്ട് ആണ്. ഇതിൽ അത്രയും വലിയ പ്രത്യേകത ഒന്നുമില്ല. അല്ല, ഒരു മിനിറ്റ്, ഇതിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ലഡു സിംഗ് സാർ, ഇത് ഒരു ക്യാമറയാണ്. ഇത് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കിത് നോക്കിയേ പറ്റൂ, കാരണം ഇതിൽ എന്തോ ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വേഗം മാറ്റാൻ നോക്ക് ശിവ. ബെഡ്റൂമിനകത്ത് എടുത്തതൊക്കെ വേഗം ഡിലീറ്റ് ചെയ്യേ. വേഗം ഡിലീറ്റ് ചെയ്യേ. റിലാക്സ് ലഡു സിംഗ് സാർ, ഇപ്പോഴാണ് ശരിക്കും കാര്യം മനസ്സിലായത്. ആ ഗാങ്ങിനെ അറിയാൻ പറ്റി ഈ ലോക്കറ്റിൽ ക്യാമറയുണ്ടെന്ന്. ബാങ്ക് റോബറി നടന്ന സമയത്ത് ആ കൊള്ളക്കാരുടെ മുഖങ്ങളൊക്കെ ഈ ക്യാമറയിലുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ തട്ടിയെടുക്കാൻ അവർ നോക്കിയത്. സർ, നിങ്ങൾ വേഗം അവരുടെ ലൊക്കേഷൻ എവിടെയാന്ന് കണ്ടുപിടിക്കൂ. ശിവ, the case is in my hand now. ഇനി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിക്കും. നിങ്ങൾ വിട്ടോ, ഇനി ഈ കേസിന്റെ എല്ലാ തെളിവുകളും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഏതാ കേട്ടോ, നീ ആരാണെങ്കിലും ശരി, നീ ചെയ്ത എല്ലാ കുറ്റങ്ങളും എന്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നുണ്ട്. നീ കൊച്ചിനെ ഏൽപ്പിക്കാൻ വേണ്ടി അവന്റെ അച്ഛന്റെ അടുത്തൊരു സ്ഥലം പറഞ്ഞില്ലേ? ഇനി പറഞ്ഞോ, ആ കൊച്ചിനെ ഞാൻ എങ്ങോട്ടാ കൊണ്ടുവരണ്ടേ? ഇൻസ്പെക്ടറെ, താൻ ആ കുട്ടിയെ ഞങ്ങളടുത്ത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചല്ലോ. ഞാൻ പറയുന്നത് പോലെ ആ ലാൽ ചോപ്പിലുള്ള കണ്ടെയ്നർ യാർഡിന്റെ അടുത്ത് വിട്ടേക്ക്. എങ്കിൽ ശരി, ഞാൻ ഇപ്പൊ തന്നെ കണ്ടെയ്നർ യാർഡിലേക്ക് വരാം. ഇനിയല്ലേ ലഡ്ഡു സിംഗിന്റെ കളി കാണാൻ പോണേ. ഇവിടെ ആരാണ് കണ്ടെയ്നർ യാർഡ്? മുന്നിൽ വന്ന് നിന്നേ. ഐ! സ്വാഗതം ലഡ്ഡു സിംഗ്, അകത്തോട്ട് കേറി വാ. നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഏയ്, വേണ്ട, ഏയ്, എന്തിനാ എന്നെ തല്ലുന്നത്? ഏയ്, വേണ്ട, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ സംസാരിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത്. ലഡ്ഡു സിംഗ്, ഞങ്ങൾ ഇങ്ങനെ ഇടി കൊടുത്തിട്ടാണ് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം ചെയ്യാതെ എങ്ങനെയാ ഒരാൾ അകത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇങ്ങനെയാണ് ഒരു VIP നെ സ്വാഗതം ചെയ്യേണ്ടത്. സ്വാഗതം ചെയ്യുമ്പോ ചായയും കടിയൊക്കെ കഴിക്കാൻ കൊടുക്കണം. പക്ഷെ നിങ്ങൾ എന്താ കാണിച്ചത്? ഈ സ്വാഗതം അല്പം കൂടിപ്പോയി. എന്റെ ശരീരം മുഴുവനും വേദനിച്ചിട്ട് വയ്യാന്നേ. വന്നേ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും എന്നെ ഇവിടെ ഇഷ്ടം പോലെ ഇപ്പൊ തല്ലി തീർത്തു. പക്ഷെ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത് കേട്ടോ. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഏതെങ്കിലും ഒരു കിഡ്നാപ്പർ അവിടെ ചെന്ന് കിഡ്നാപ്പിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, നീ മര്യാദയ്ക്ക് ഇതൊക്കെ നിർത്തി വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്.
ലഡ്ഡു സിംഗേ നിങ്ങളുടെ ഡയലോഗൊക്കെ നിർത്ത്. എന്നിട്ട് ആ ലോക്കറ്റ് എന്റെ കൈ തരാൻ നോക്ക്. ലോക്കറ്റ് തരാൻ എനിക്ക് മനസ്സില്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്റെ കയ്യിൽ നിന്ന് ലോക്കറ്റ് എടുക്കാൻ നോക്ക്. ശിവ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ടാന്ന്. ലഡ്ഡു സിംഗ് സാറേ, സാർ ആദ്യം എവിടെ നിൽക്കുന്നെന്ന് ഒന്ന് നോക്ക്. ഒന്ന് താഴെ നോക്ക്. കണ്ടെയ്നർ ചേട്ടാ, ഇതെങ്ങനെ മുകളിലേക്ക് വന്നത്? ഇതാണ് കണ്ടെയ്നർ ബായുടെ ശരിക്കുള്ള താവളം. ആ മോളിന്ന് താഴോട്ട് നോക്കുമ്പോ മുഴുവനായിട്ട് കാണാം. ശിവ, നീ ആ കുട്ടീനെ എന്റെ അച്ഛനെ രക്ഷിക്ക്. ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കാം. വെറുതെ ഒന്നും എനിക്കങ്ങനെ ദേഷ്യം വരൂല. അഥവാ ഇനി വന്നാലും അതങ്ങനെ പോവൂല. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. കലക്കി ശിവ, കലക്കി. വെരി ഗുഡ്. കണ്ടെയ്നർ ചേട്ടായി, ആദ്യം എന്റെ ശിഷ്യന്റെ കൂടെ ഒന്ന് പയറ്റി നോക്ക്. എന്നിട്ട് മതി എന്നോടൊപ്പം. നീ എന്നെ തല്ലിയല്ലേ? ഈ കണ്ടെയ്നർ ബായിനെ തല്ലിയല്ലേ? കൊല്ലിനടാ അവനെ. ഇതെന്താ എല്ലാരും ചേർന്ന് എന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്? വേണ്ട, എറിയാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണോ? അല്ല അങ്കിൾ, അങ്കിളിന് ദേഷ്യം വരാറേ ഇല്ലല്ലോ. അഥവാ വന്നാലും പോവുകയും ഇല്ല. ഇനി പ്ലാൻ എന്താന്ന് പറയൂ. ദേഷ്യം വരുന്നുണ്ടോ അതോ ഇല്ലയോ? ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്നെ മാത്രമല്ല എന്റെ കുഞ്ഞിനെയും കൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇതിനാണ് പറയുന്നത് ലഡ്ഡു സിംഗിന്റെ കഴിവെന്ന്. നിങ്ങൾക്ക് എപ്പോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ശരി ഫോൺ ചെയ്താ മതി. ലഡ്ഡു സിംഗ് എന്നെ പേര്. വെറുതെ ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഒരു കള്ളൻ മോഷ്ടിക്കാൻ വരികയാണെങ്കിൽ അവിടെയുള്ളവർ വരെ മോഷ്ടിക്കരുത്. കാരണം ലഡ്ഡു സിംഗ് വരുമെന്ന്. അങ്ങനെ മോഷ്ടാവ് ഓടിക്കളയുന്നു. ഒന്ന് ആലോചിച്ച്, ലഡ്ഡു സിംഗ് വരാതെ തന്നെ ആൾക്കാര് നന്നായി. അഥവാ ലഡ്ഡു സിംഗ് വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? Watch India's largest kids library only on Jio Hotstar. Download the app now.